ജൂലൈ 7 ഇന്ന് ലോകമെമ്പാടും ഗ്ലോബൽ ഫോർഗീവ്നെസ് ഡേ ആണ്, അഥവാ ആഗോള ക്ഷമാദിനമായി ആചരിക്കുന്നു. നമ്മൾ പല ദിവസങ്ങളും ആഘോഷിക്കാറുണ്ട്. എന്നാൽ മനുഷ്യഹൃദയത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു ദിനമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുന്ന ദിനം. കാരണം ക്ഷമിക്കുന്നത് മറ്റൊരാൾക്ക് നൽകുന്ന ഒരു സമ്മാനം മാത്രമല്ല, അത് നമ്മെ തന്നെ സ്വതന്ത്രമാക്കുകയാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നവർക്ക് ശാരീരികവും മാനസികവുമായി ആരോഗ്യ പ്രശ്നങ്ങൾ താരതമ്യേന കുറവാണ് എന്നാണ് ഒരു ഗവേഷണത്തിൽ കണ്ടെത്തിയത്. എന്നാൽ ക്ഷമിക്കാതെ പകയും ദേഷ്യവും മനസ്സിൽ സൂക്ഷിക്കുന്നവരിൽ ഉത്കണ്ഠയും വിഷാദവും രക്തസമ്മർദ്ദവും കോപവും മാനസിക സമ്മർദ്ദവും തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടുതലായി കാണുന്നുവെന്നാണ്. അതായത് ക്ഷമിക്കുന്നത് മറ്റൊരാളുടെ നന്മയ്ക്ക് മാത്രമല്ല, നമ്മുടെ സ്വന്തം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒരു പ്രശസ്ത എഴുത്തുകാരി ക്ഷമിക്കുന്നതിനെപ്പറ്റി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ക്ഷമിക്കുക പലപ്പോഴും എളുപ്പമല്ല. ചിലപ്പോൾ നമ്മെ മുറിവേൽപ്പിച്ചവരോട് ക്ഷമിക്കുന്നത് ആ മുറിവിനേക്കാൾ വേദനാജനകമായി തോന്നാം. എന്നാലും ക്ഷമയില്ലാതെ യഥാർത്ഥ സമാധാനമില്ല. നമ്മെ വേദനിപ്പിച്ചവരെ ഓർക്കുമ്പോൾ പഴയ മുറിവുകൾ വീണ്ടും വേദനിക്കാം. പക്ഷേ ആ മുറിവുകൾ ഇന്നും ചുമന്നുകൊണ്ട് നടക്കുന്നതാണ് നമ്മെ കൂടുതൽ തളർത്തിക്കളയുന്നത്. ക്ഷമിക്കുന്നത് തെറ്റ് ന്യായീകരിക്കുന്നതല്ല. ക്ഷമിക്കുന്നത് സംഭവിച്ചതെല്ലാം പൂർണ്ണമായി മറക്കുന്നതുമല്ല. ക്ഷമിക്കുന്നത് പ്രതികാരത്തിൻ്റെ ചിന്തയിൽ നിന്നും സ്വന്തം ഹൃദയത്തെ മോചിപ്പിക്കുന്നതാണ്. ഇതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച ജീവിത രീതി. താൻ പറഞ്ഞു, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. ഈ വചനത്തിൽ യേശു ക്ഷമയെ ഒരു തെരഞ്ഞെടുപ്പായി മാത്രമല്ല പറയുന്നത്, അതൊരു ജീവിത ശൈലിയായി തീരണമെന്നാണ് പഠിപ്പിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീനെന്ന് ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുവിനെന്ന്. എത്ര മനോഹരമായ ഒരു ആഹ്വാനമാണിതല്ലേ. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് അവർ അർഹരായതുകൊണ്ടല്ല, ദൈവം നമ്മെ അർഹതയില്ലാതെ ഇരുന്നിട്ടും ക്ഷമിച്ചതുകൊണ്ടാണ്. ഈ സത്യം ഏറ്റവും വ്യക്തമായി കാണുന്നത് കാൽവറി ക്രൂശിലാണ്. കർത്താവായ യേശുക്രിസ്തു താൻ ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ പരിഹസിച്ചവർക്കും പീഡിപ്പിച്ചവർക്കുമെല്ലാം വേണ്ടി താൻ പ്രാർത്ഥിക്കുകയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് അറിയായകൊണ്ട് അവരോട് ക്ഷമിക്കണമെന്ന്. അതാണ് യഥാർത്ഥ ക്ഷമ. ക്ഷമയെപ്പറ്റി പറയാൻ എളുപ്പമാണ്. മുറിവുകൾ ഉണ്ടാകുമ്പോഴും സ്നേഹിക്കാൻ തിരഞ്ഞെടുക്കുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. വേദന ഉണ്ടായിരിക്കുമ്പോഴും പ്രതികാരത്തിന് പകരം കരുണ തിരഞ്ഞെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്നത്തെ ഈ ഗ്ലോബൽ ഫോർഗീവ്നെസ് ഡേയിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം: എൻ്റെ ഹൃദയത്തിൽ ഇന്ന് ആരോടെങ്കിലും പകയുണ്ടോ? ഞാൻ ഇന്നും ക്ഷമിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയാതെ ഞാൻ ജീവിക്കുകയാണോ? പലപ്പോഴും മറ്റുള്ളവരെക്കാൾ നമ്മോട് തന്നെ ക്ഷമിക്കാനാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. എന്നാൽ ദൈവം നമ്മോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് ധൈര്യം തരുന്നു. ഓർക്കുക, ക്ഷമയെന്നത് കഴിഞ്ഞ കാലത്തിലെ പ്രയാസങ്ങളെ മാറ്റുന്നതിനല്ല, മറിച്ച് അത് നമ്മുടെ ഭാവിയെ സ്വതന്ത്രമാക്കുകയാണ്. ഇന്ന് ക്ഷമിക്കാം, സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം. കാരണം ക്ഷമ മറ്റൊരാളെ മോചിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്വന്തം ഹൃദയത്തെ മോചിപ്പിക്കുന്നു. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവീൻ. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കമാകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0980221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും
രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.